ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. ഇത് എത്ര മിനിറ്റ് പോകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മാക്സിമം പെട്ടെന്ന് നിർത്താൻ നോക്കാം. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു 2, 3, 4 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവീണിൻ്റെയും പ്രണവ് കൊച്ചുവിൻ്റെയൊക്കെ മൃദുല ഇവരുടെ ഒരു മാറ്ററാണ്, ഫാമിലി ഇഷ്യൂ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാമിലി വ്ളോഗ്സ് ഉള്ള കുറച്ച് ചാനലുകളുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ എല്ലാവരുടെയും കണ്ണിൽ കാണുന്നതും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ഈ പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും ചാനൽ. ഏകദേശം ഒരു 5 മില്യൺ അടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയും റീച്ചുള്ള, അത്രയും വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ പ്രവീണിൻ്റെയും പ്രണവും മൃദുല അവരുടെ അച്ഛൻ അമ്മ ഉൾപ്പെടുന്ന ഒരു ചാനൽ കേട്ടോ. മൃദുല വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ 2 ദിവസം കൊണ്ട് അവരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഷോക്കിംഗ് ആണ്. നമ്മളത് കണ്ടിട്ട്, നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഷോക്കാവും. കാരണം ഇതായിരുന്നു യഥാർത്ഥ അവരുടെ ജീവിതം, നമ്മൾ അതിശയിച്ചു പോകും. അപ്പം റീൽസും വീഡിയോസിലൊക്കെ കാണുന്നവരല്ല അവരുടെ യഥാർത്ഥ ലൈഫിലുള്ള പ്രശ്നങ്ങളെന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ലൈഫ് നോക്കുമ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്ര പ്രശ്നങ്ങളാണ് അവർ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത്. പ്രവീണും വൈഫ് മൃദുല അവരൊരു പാർട്ട്, അച്ഛൻ പ്രണവ് അതായത് കൊച്ചു, അമ്മ അവരൊരു പാർട്ട്. അപ്പോൾ ഇവരിങ്ങനെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 2 ദിവസത്തിന് മുമ്പ് ഞാൻ കൊച്ചുവിൻ്റെ വീഡിയോ കണ്ടു. കൊച്ചുവും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന്, അവർ 3 പേരോട് ഇരുന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്. അതായത് പ്രവീണിന് അഡ്രസ്സില്ല, കുഞ്ഞ് ആയി കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അഡ്രസ്സ് കൊടുക്കാൻ ഹോസ്പിറ്റലിൽ ഏത് കൊടുക്കും എന്നുള്ള ഒരു കാര്യം പ്രവീണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരതിൻ്റെ വിഷമം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ലോങ് വീഡിയോ. അത് കണ്ടപ്പോൾ സത്യം പറയാമല്ലോ, എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു ഈ പ്രവീണിന് എന്തിൻ്റെ പ്രശ്നമാണുള്ളത്. ഇത്രയും സ്നേഹമുള്ള അച്ഛൻ, അമ്മ, അനിയൻ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ പ്രവീണിന് എന്താ പറ്റിയത്? മൃദുല കാരണമാണോ പ്രവീൺ? കാരണം പ്രവീണിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അതാണോ പ്രശ്നമെന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചിന്തിക്കും, ഞാനും ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മൃദുലയോടൊരു ദേഷ്യം തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തു, കൊച്ചുവിൻ്റെ ചാനൽ കണ്ടു, പുതിയ ചാനൽ. അപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രവീണും മൃദുലയും കൂടെ ഒരു അൺമാസ്കിങ് വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നു, എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. സത്യം പറയാമല്ലോ, അതിനകത്ത് അത് കണ്ടു കഴിഞ്ഞപ്പം അതിൽ അവർ ലൈവ്, അതായത് വീഡിയോ സഹിതമാണ് അവർ, ആ റെക്കോർഡഡ് വീഡിയോ സഹിതമാണ് അവർ സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ സത്യം പറയാമല്ലോ, ഞാൻ എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു ഇത്രയും മോശമായിട്ട് പെരുമാറിയിരുന്നു ഈ അച്ഛനും അമ്മയും ഈ അനിയനും എന്ന്. കാരണം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിൽ ഭയങ്കര ക്രൂരതയാണ് അവർ കാണിച്ചേക്കുന്നത്. ഞാൻ ആ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും കണ്ടു കഴിഞ്ഞു. എല്ലാവരും പല രീതിയിൽ ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞു. മൃദുല പൊട്ടിക്കരഞ്ഞ് സംസാരിക്കുന്ന അവരുടെ വീട്ടുകാരെ പറയുന്നത്, കുഞ്ഞിനെ പറയുന്നത്, അതുപോലെ മൃദുലയെ വയറ്റിൽ ചവിട്ടി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറയുമ്പം ഒരു ഗാർഹിക പീഡനം പോലെ ഇവരിത്രയും ഇതിനകത്ത് അനുഭവിച്ചിരുന്നോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പ് ഉള്ളത് കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പ്രവീണിനെ അടിച്ച് പ്രവീണിൻ്റെ ദേഹമെല്ലാം മുറിഞ്ഞ് ചോരയായിട്ട്, അതായത് ഇവിടെ കൈയുടെ ഷോൾഡറിലൊക്കെ നല്ല പോലെ അടിച്ച പാടും, പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന വോയിസ് റെക്കോർഡും, മൃദുലയോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന നാണമില്ലേ ഈ വീട്ടിൽ നിൽക്കാൻ, നിൻ്റെ അച്ഛൻ വെച്ച വീടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൃദുലയോട് പറയുന്ന വോയിസ് റെക്കോർഡുകളും തെളിവ് സഹിതം പ്രവീണ് ഇന്നലെ ചാനലിൽ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ഇത്രയും ഇഷ്യൂ ഇവരുടെ ഫാമിലിയിലുണ്ടായിരുന്നോ
എന്നിട്ട് ഇവർ എങ്ങനെ ഇത്രയും ചിരിച്ചും കളിച്ചും സമാധാനമായിട്ടുള്ള റീലുകൾ ഇട്ട് എന്ന് അതിശയം തോന്നുവാണ്. അതിശയം. എന്താണ് പ്രശ്നങ്ങളെന്ന് ഉള്ളത് അവർ അതിൽ തന്നെ പറയുന്നുണ്ട്. വീട് രണ്ടുപേരുടെയും പേരിലുള്ളതല്ല, അച്ഛൻ വെച്ച വീട്, പൈസ, ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഇഷ്യൂകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വണ്ടിയെല്ലാം ഇളയ ആളിൻ്റെ കൊച്ചുവിൻ്റെ പേരിലാണെന്നും. അപ്പോൾ ലാസ്റ്റ് പ്രവീണിൻ്റെ ഒന്നുമില്ല എന്നൊരവസ്ഥയിലോട്ട് അവരുടെ വീട്ടുകാരെ പറയുന്നതും മൃദുലെ പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രവീൺ ഇങ്ങനെ ആയതെന്നൊക്കെ ഒരുപാട് ഇഷ്യൂസ്. എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നി. ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് പ്രവീണിൻ്റെയും മൃദുലയുടെയും ഭാഗത്താണ് ന്യായമെന്നാണ്. കാരണം അവർ വീഡിയോ സഹിതം ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ആയിട്ടുള്ള വോയിസും വീഡിയോയും അവരിട്ടിട്ടുണ്ട്. അവരുടെ അമ്മ സംസാരിക്കുന്നതും എല്ലാം. അപ്പം ഒരു ഫാമിലിയിൽ എന്തോ ആയിക്കോട്ടെ, ഫാമിലിയിൽ ഇഷ്യൂസ് ഇല്ലാത്തവരാരും തന്നെ ഈ ലോകത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അച്ഛൻ, അമ്മ, മകൻ എന്നുള്ള പ്രശ്നമല്ല. ഇപ്പം മൃദുലയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ചെയ്തത് അവർ ക്രൂരത തന്നെയാണ് ചെയ്തത്. കാരണം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ശാരീരികമായിട്ടും അതിലുപരി മാനസികമായിട്ടും പീഡിപ്പിക്കാൻ പറ്റില്ല എന്നല്ല, ഇന്നത്തെ കാലം അത് അനുവദിക്കില്ല. അപ്പം ഇത് ഇനി എന്തൊക്കെ രൂപത്തിൽ അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇത് പല പല കേസുകളിലോട്ട് പോകുമോ എന്നും അറിയില്ല. അവരുടെ അത്ര വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മൃദുല പങ്കുവച്ചേക്കുന്നത്, മൃദുലയും പ്രവീണും. അപ്പോൾ എല്ലാവരും അവരുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓൾറെഡി ഇപ്പോൾ എല്ലാവരും കണ്ട് കഴിഞ്ഞു കാണും പ്രവീണിൻ്റെയും മൃദുലയുടെയും ഇഷ്യൂസ്, കൊച്ചുവിൻ്റെയും. നമ്മളത് കഴിഞ്ഞ് കൊച്ചുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഈ വീഡിയോ കഴിഞ്ഞിട്ട് കൊച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനും വന്നിട്ടില്ല. കാരണം അവർ ചെയ്തതിനകത്ത് കരഞ്ഞ് ഭയങ്കര ഡ്രാമയായിരുന്നു അവർ ചെയ്തതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല. എങ്കിലും ഒരു കുഞ്ഞും കൂടെ ആയ പിന്നെ കുഞ്ഞിൻ്റെ പേരും വലിച്ചഴയ്ക്കുന്നുണ്ട്. കുഞ്ഞും കൂടെ, പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കരുത്. കുഞ്ഞും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പ്രവീണ എടുത്ത് പറയുന്നുണ്ട് വൈഫിനോട് കൂടുതൽ സ്നേഹിച്ചതും വൈഫിന് കുക്ക് ചെയ്ത് കൊടുത്തതും വൈഫിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുത്തതും ഒക്കെയാണ് അവരുടെ വീട്ടിൽ ഇഷ്ടം ഇല്ലായ്മ ആയത്. അച്ഛനായാലും അമ്മയ്ക്കായാലും അതാണ് ദേഷ്യം വന്നതെന്നും, ആണെന്ന് പറഞ്ഞാൽ മീശ പിരിച്ച് ഭാര്യ പറയുന്നൊന്നും കേൾക്കാതെ നടക്കണം, ഇതായിരിക്കണം ഭർത്താവ് എന്നൊരു സങ്കല്പമാണ് അവരുടെ അച്ഛനും അനിയനും എന്ന് പ്രവീൺ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റാണ് പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി മൃദുലയുടെ കൂടെ നടക്കുകയും മൃദുലയോട് അമിതമായ സ്നേഹവും ഒരു പ്രൊട്ടക്ഷനും കെയറിങ്ങും ഏതൊരു ഹസ്ബൻഡും കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതിനാണ് അവരുടെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. നോർമലി ഇതൊന്നും ഒരിടത്തും നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇനി ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകുന്ന ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞു. കാരണം പല ചാനലുകളും പല രീതിയിലാണ് ഇത് തമ്പനയിലും കൊടുത്ത് ഇത് ഏറ്റെടുത്ത് മീഡിയാസിന് മുന്നിൽ ആളുകൾക്ക് മുന്നിൽ എത്തിച്ചേക്കുന്നത്. അപ്പം ഗാർഹിക പീഡനമെന്നും ഒരു ഗർഭിണിയോട് പെരുമാറാവുന്നതിൻ്റെ അങ്ങേയറ്റം അവർ വീട്ടിൽ അതിനോട് മൃദുലയോട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ എല്ലാവരും പുറത്ത് വിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ പരസ്പരം എന്തായാലും അച്ഛനാണ്, അമ്മയാണ്, സഹോദരങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്താലും ഇത്രയും ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പ്രവീണിൻ്റെ ചാനലിൽ കമൻറ്റ് വരുന്നത് അത്രയായി കഴിഞ്ഞാലും അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഇനി ഇവരുടെ ഇടയിലോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ വീണ്ടും സ്വസ്ഥതയും സമാധാനക്കേട് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. എന്തായാലും ആർക്കും ഒരു ദോഷമില്ലാതിരിക്കട്ടെ. പ്രവീണിനും കുഞ്ഞിനും മൃദുലയ്ക്കും ഹാപ്പിയായിരിക്കട്ടെ. എല്ലാവരും ഹാപ്പിയായിരിക്കട്ടെ. ഓരോരോ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാം സോൾവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.